പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ 1905 ഇന്ത്യ ചരിത്ര കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഭിന്നിപ്പിച്ച് ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ ഭരിക്കുക, ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കഴ്സൺ പ്രഭു എന്നറിയപ്പെടുന്ന ഭരണാധികാരി ഇന്ത്യയിൽ ഒരു നിയമം നടപ്പിലാക്കുന്നു. ചരിത്രം അതിനെ ബംഗാൾ വിഭജനം എന്ന് വിശേഷിപ്പിച്ചു. 1905 ജൂലൈ 20 എന്നറിയപ്പെടുന്ന തീയതിയിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ, അന്നറിയപ്പെട്ടിരുന്ന ബംഗാൾ എന്നറിയപ്പെടുന്ന ഉള്ള ഭൂപ്രദേശത്തെ രണ്ടായി വെട്ടിമുറിച്ചിട്ട് ബംഗാൾ 1, ബംഗാൾ 2 എന്നും പറഞ്ഞിട്ട് ഭരണം നടത്തുവാനായിട്ട് തീരുമാനിച്ചത് കഴ്സൺ പ്രഭു എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ക്വസ്റ്റ്യൻ: ബംഗാൾ വിഭജന പ്രഖ്യാപനം നടത്തിയ ഭരണാധികാരിയാണ് കഴ്സൺ. ബംഗാൾ വിഭജന പ്രഖ്യാപനം കഴ്സൺ പ്രഭു നടത്തിയത് 1905 ജൂലൈ 20 എന്നാൽ പിന്നീട് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ലോർഡ് കിച്ചണറുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് കഴ്സൺ പ്രഭു രാജിവെച്ചിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം 1905 ഒക്ടോബർ 16 എന്നറിയപ്പെടുന്ന തീയതിയിലാണ് ബംഗാൾ വിഭജനം എന്നറിയപ്പെടുന്ന ആശയത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസാക്കി ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഫോർമുലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇപ്പോൾ PSCയുടെ ക്വസ്റ്റ്യനിൽ വരുന്ന നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ഫാക്റ്റ്,